ഹലോ എവരി വൺ. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ENM ചാപ്റ്ററിലെ, അതായത് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ആൻഡ് ഒബ്സർവേഷൻ കെയർ സർവീസസിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എൻ്റെ പഴയ വീഡിയോ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് എൻ്റെ മുന്നത്തെ വീഡിയോസിലെല്ലാം ഞാൻ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവാം, ഇതൊരു സ്ലൈഡല്ല, ആക്ച്വലി ഇതൊരു PDF ഫോർമാറ്റിലാണ് പോയിൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ICDയുടെ ഗൈഡ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ ഒത്തിരി പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരുപാട് താങ്ക്സ് എനിക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ CPTയും ഇതുപോലൊരു ഗൈഡ് ഫോമിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിൽ ഞാൻ ENM ഞാൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പോയിൻറ്റ്സ് എല്ലാം ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കോഡ് ബുക്ക് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ സെൻറ്റൻസും ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. പക്ഷേ അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മാത്രം എടുത്തിട്ട് ഞാൻ ഈ ഒരു ENM സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ 2025 മാത്രമേ ഞാൻ പബ്ലിഷ് ചെയ്യത്തുള്ളൂ. കാരണം ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാനിത് പബ്ലിഷ് ചെയ്യത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഇത് പോയിൻറ്റ്സ് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തെങ്കിലും നമുക്കൊരു പ്രൊഫഷണൽ ട്രെയിനർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഇത് കണ്ടൻറ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ട്രെയിനിങ് കഴിഞ്ഞ് ഏതൊരു വ്യക്തിക്കും ഇത് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. എങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ട്രെയിനറിനെ കൊണ്ട് നിങ്ങളിത് കൊടുത്ത് അല്ലെങ്കിൽ ഇത് ആ ഒരു പോയിൻറ്റ്സ് എല്ലാം മനസ്സിലാക്കണമെങ്കിൽ അവരെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. ഒരു നന്നായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഒരു ക്വിക്ക് റെഫറൻസിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഞാൻ ഈ ഒരു ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഗൈഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഒബ്സർവേഷൻ കെയർ സർവീസസിൻ്റെ ഗൈഡ് ലൈൻസും അതെന്തൊക്കെയാണെന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ: ദീസ് കോഡ്സ് ആർ യൂസ്ഡ് ഫോർ ഇനിഷ്യൽ ആൻഡ് സബ്സീക്വൻറ്റ് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ആൻഡ് പേഷ്യൻ്റ് ഇൻ ഒബ്സർവേഷൻ സ്റ്റാറ്റസ് ഇൻക്ലൂഡിങ് പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷൻ. അതായത് ഈ കോഡ് റേഞ്ച്, അതായത് 992212 99223 ദെൻ 992312 99239, ഇത് ഈ കോഡ് റേഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻപേഷ്യൻ്റ് സ്റ്റാറ്റസ് ആണ്. ഇൻപേഷ്യൻ്റ് ആൻഡ് ഒബ്സർവേഷൻ സ്റ്റാറ്റസും കൂടാതെ ഒരു പോയിന്റും കൂടി നമ്മുടെ കോഡ് ബുക്കിൽ പറയുന്നുണ്ട്: പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷൻ. ഈ പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ആ ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷൻ? പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷൻ ഇസ് എ സ്ട്രക്ചേർഡ് മെൻ്റൽ ഹെൽത്ത് ഓർ സബ്സ്റ്റൻസ് യൂസ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം പ്രൊവൈഡിംഗ് ഇൻറ്റൻസീവ് തെറാപ്പി ഡ്യൂറിംഗ് ദ ഡേ വൈൽ പേഷ്യൻ്റ് റിട്ടേൺ ഹോം അറ്റ് നൈറ്റ്. It offers a higher level of care than traditional outpatient services without requiring overnight hospitalization. നമുക്ക് ഇൻപേഷ്യൻ്റ് എന്താണെന്ന് നമുക്കറിയാലേ, പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാലും പേഷ്യൻ്റ് അഡ്മിറ്റ് തന്നെ ആയിരിക്കും, പക്ഷേ രാത്രി പേഷ്യൻ്റ് എവിടെ പോകും? പേഷ്യൻ്റ് വീട്ടിൽ പോയാലും കിടന്നുറങ്ങുന്നത്. ഇത് മെയിനായിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ഉള്ള പേഷ്യൻറ്റും അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ഉള്ള പേഷ്യൻസിനാണ് കൂടുതലായിട്ട് ഇത് പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് ഈ പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷൻ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പേഷ്യൻ്റ് പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷനിലാണ് ഫിസിഷ്യൻ കെയർ ENM കെയർ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്ഷൻ അണ്ടറിൽ നിന്നാണ് കോഡ് കൊടുക്കുന്നത്. അതായത് ഈ ഗൈഡ് ലൈൻസ് എല്ലാം ഈ പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷനും ആപ്ലിക്കബിൾ ആണ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി അടുത്തൊരു ടേം കേട്ടതാണ് ഒബ്സർവേഷൻ സ്റ്റാറ്റസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒബ്സർവേഷൻ മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ്, അതായത് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പൊരു ENMൽ ഹോസ്പിറ്റൽ സർവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ സർവീസും ഒബ്സർവേഷൻ കെയർ സർവീസും ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടും സെപ്പറേറ്റ് കോഡുകളായിരുന്നു. ഇപ്പോൾ ഒബ്സർവേഷൻ ആയാലും ഇൻപേഷ്യൻ്റ് ആയാലും ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ ട്രാൻസിഷൻ ഉണ്ട്, അതായത് ഒബ്സർവേഷനിൽ നിന്ന് ഇൻപേഷ്യൻ്റിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഗൈഡ് ലൈൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്, ഒബ്സർവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകാൻ. ഞാൻ ഒരു പോയിന്റ് ഇപ്പോഴും പറഞ്ഞുതരാം. പേഷ്യൻ്റ് ഒബ്സർവേഷനിൽ നിന്ന് ഇൻപേഷ്യൻറ്റിലേക്ക് ആകാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ഇൻപേഷ്യൻ്റ് ഒരിക്കലും ഒബ്സർവേഷൻ ആകത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്: ആൻ ഇൻപേഷ്യൻ്റ് ഈസ് വൺ ഹു ഹാസ് ബീൻ ഫോർമലി അഡ്മിറ്റഡ് ടു ആൻ അക്യൂട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഇൻപേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇൻപേഷ്യൻ്റ്. ഹോസ്പിറ്റൽ അഡ്മിറ്റായ ഏതൊരു വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻപേഷ്യൻ്റ്. ഒബ്സർവേഷൻ. നെക്സ്റ്റ് പോയിന്റ്: ഒബ്സർവേഷൻ സർവീസസ് ഇൻ ENM കോഡിംഗ് റെഫേഴ്സ് ടു ഔട്ട് പേഷ്യൻ്റ് കെയർ provided to monitor a patient condition to determine a diagnosis before deciding on further treatment on disposition. അതായത്
ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് പേഷ്യൻ്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലാക്കുക, പേഷ്യൻ്റ് ഒബ്സർവേഷൻ ആണെങ്കിൽ പേഷ്യൻ്റ് അവിടെ അഡ്മിറ്റേ അല്ല, ഔട്ട് പേഷ്യൻറ്റിലാണ്. പേഷ്യൻ്റ് ഒബ്സർവേഷനിൽ ഇട്ടിട്ട് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ മോണിറ്റർ ചെയ്യും. അതിനുശേഷം ഒരു ഡയഗ്നോസിസ് അവർ പറയും, അല്ലെങ്കിൽ അവർ ഡയഗ്നോസിസ് കൺഫേം ചെയ്യും. അതിനുശേഷം മാത്രമേ തീരുമാനിക്കൂ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യണോ. ഡിസ്പോസിഷൻ മീൻസ് ഡിസ്ചാർജ് ചെയ്യണോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ. മനസ്സിലാക്കുക, ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യൻ്റ് ആണ്, ഇൻ പേഷ്യൻ്റ് ആയിട്ടില്ല. ഔട്ട് പേഷ്യൻറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഡയഗ്നോസിസ് കൺഫേം ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കും. അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ഒബ്സർവേഷനിൽ നിന്നാണ് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തത്. അതായത് ഒബ്സർവേഷൻ സ്റ്റാറ്റസ് മാറി ഇൻ പേഷ്യൻ്റ് സ്റ്റാറ്റസിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത പോയിന്റ്, ദീസ് സർവീസസ് ഒക്കേഴ്സ് ഇൻ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വെയർ പേഷ്യൻസ് ആർ ക്ലോസ്ലി മോണിറ്റർഡ് വിത്തൗട്ട് ഇൻ പേഷ്യൻ്റ് അഡ്മിഷൻ ആൻഡ് ഒബ്സർവേഷൻ സ്റ്റാറ്റസ് ക്യാൻ ബി ഡെസിഗ്നേറ്റഡ് എനിവെയർ ഇൻ ദ ഹോസ്പിറ്റൽ. അതായത് ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എവിടെ വെച്ച് വേണോ ആകാം. അതായത് പേഷ്യൻ്റ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഫിസിഷ്യൻ്റെ റൂമിലായിരിക്കും, അതായത് OP ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മൾ കാഷ്വാലിറ്റി എന്ന് പറയുന്ന ആ പോർഷനാണ് ED, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എമർജൻസി റൂം, അവിടെ ആയിരിക്കും ഒബ്സർവേഷൻ റൂമായിട്ട് കൺസിഡർ ചെയ്തിട്ട് പേഷ്യൻറ്റിനെ അവിടെ ഇരുത്തുന്നത്. അതിനുശേഷമായിരിക്കും പേഷ്യൻറ്റിനെ ഇൻ പേഷ്യൻ്റ് ആക്കണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. മനസ്സിലാക്കുക, അതാണ് പറയുന്നത് ദ സർവീസസ് ഒക്കേഴ്സ് ഇൻ ഹോസ്പിറ്റൽ ഓർ health care facilities where patients are closely monitored without inpatient admission and observation status can be designated anywhere in the hospital. ഹോസ്പിറ്റൽ എവിടെ വെച്ചോ ആകാം, പേഷ്യൻ്റ് അവിടെ ഒബ്സർവേഷൻ സ്റ്റാറ്റസ് ആണെങ്കിൽ പേഷ്യൻ്റ് അവിടെ ഇൻപേഷ്യൻ്റ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒബ്സർവേഷൻ സ്റ്റാറ്റസ് ഡസ് നോട്ട് റിക്വയർ പ്ലേസ്മെൻറ്റ് ഇൻ എ ഡെസിഗ്നേറ്റഡ് ഒബ്സർവേഷൻ ഏരിയ ബട്ട് ഇഫ് വൺ എക്സിസ്റ്റ് ദീസ് കോഡ്സ് അപ്ലൈ ടു ദ പേഷ്യൻ്റ് ഇൻ ദാറ്റ് ഏരിയ. അതായത് പേഷ്യൻ്റ് ഒബ്സർവേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും അല്ലേ. കാഷ്വാലിറ്റി അതായത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യൻറ്റ് ഫിസിഷ്യനെ കാണാനുള്ള ക്ലിനിക്കൽ റൂംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻ പേഷ്യൻ്റ് ഉണ്ടാവും, റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റും, അങ്ങനെ പലതും ഉണ്ടാവും. ഹോസ്പിറ്റലിൽ ഒബ്സർവേഷൻ റൂം എന്ന് പറയുന്ന ഒരു റൂം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഒബ്സർവേഷൻ എവിടെ വെച്ചും ആകാം. അപ്പോൾ പേഷ്യൻ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടാണ് ഒബ്സർവേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് കോഡ് ചെയ്യാം. പക്ഷേ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഞാൻ എടുത്ത് പറയാനുള്ള റീസൺ വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കി വയ്ക്കുക. ഒബ്സർവേഷനിൽ നിന്ന് ഇൻപേഷ്യൻ്റ് ആകാം, അല്ലെങ്കിൽ ഒബ്സർവേഷനിൽ കിടന്ന് തന്നെ ENM സർവീസസ് കൊടുത്തിട്ട് അവിടെ വെച്ച് ഡിസ്ചാർജ് ചെയ്ത് വിടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നാണ് കോഡ് ചെയ്യുന്നത്, ആ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി കോഡ് നോക്കുമ്പോൾ, അതായത് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ സർവീസസ് കോഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് 4 സബ്സെക്ഷൻ, അതായത് 4 കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇനിഷ്യൽ ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ, നമ്മൾ ഈ ആദ്യത്തെ കണ്ട ഈ ഒരു പോർഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ, അതിൻ്റെ സബ് കാറ്റഗറി കാണാൻ സാധിക്കും. അടുത്തൊരു സബ് കാറ്റഗറിയാണ് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ സർവീസസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ ഡിസ്ചാർജ് സർവീസ് കാണാൻ സാധിക്കും. അതായത് മൂന്നാമത്തെ പോയിന്റ് ഇൻക്ലൂഡിങ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്. പേഷ്യൻ്റ് അന്ന് വന്ന് അഡ്മിറ്റായി അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഏരിയ നിന്നാണ് കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങൾ നിങ്ങൾ കോഡ് ബുക്ക് മറിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് മാർക്ക് ചെയ്ത് വെക്കുക. ഈ 4 കാര്യങ്ങളും പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനിലാണോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സെക്ഷനിൽ നിന്നാണ് കോഡ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് ഇനിഷ്യൽ ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ എന്താണ്? An initial service may be reported when the patient has not received any professional services from the physician or other qualified healthcare professional, that is QHP, or another physician or qualified healthcare professional of the exact same specialty and subspecialty who belongs to the same group practice during the stay. അതായത് ഇനിഷ്യൽ ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ കൊടുക്കുന്നത് ഈ കാറ്റഗറിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സബ് കാറ്റഗറിയിൽ നിന്ന് കോഡ് കൊടുക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഫസ്റ്റ് ടൈമാണ് ഫിസിഷ്യൻ്റെ അടുത്ത് നിന്ന് കെയർ റിസീവ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്നതാണ്. അതായത് പേഷ്യൻ്റ് അഡ്മിറ്റായി ഫസ്റ്റ് ആദ്യത്തെ ദിവസം, അതായത് ഫിസിഷ്യനും പേഷ്യൻറ്റും തമ്മിലുള്ള കൂടിക്കാഴ്ച ഫസ്റ്റ് ടൈം ആണെങ്കിൽ കൊടുക്കുന്ന കോഡ്സാണ് ഇനിഷ്യൽ ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ. നമ്മൾ ചുരുക്കി ഇനീഷ്യൽ കെയർ എന്ന് പറയും, ഫസ്റ്റ് ടൈം കാണുന്നത്. ഇനി ഇവിടെ നിങ്ങൾ സബ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കണ്ടു കാണും. നമുക്ക് ഈ ഒരു സെയിം സ്പെഷ്യാലിറ്റി സബ് സ്പെഷ്യാലിറ്റി ഇവിടെ ആപ്ലിക്കബിൾ അല്ല. കാരണം ഇൻപേഷ്യൻ്റ് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ കാറ്റഗറിയിൽ പേഷ്യൻ്റ് ന്യൂ ആണോ എസ്റ്റാബ്ലിഷ്ഡ് ആണോ എന്ന് പറയുന്ന സംഗതി ഇല്ല. ന്യൂ ആയാലും ശരി എസ്റ്റാബ്ലിഷ്ഡ് ആയാലും ശരി നമുക്ക് ഒറ്റ കോഡേ ഉള്ളൂ. അതായത് അതിന് സെപ്പറേറ്റ് ന്യൂ എന്നും എസ്റ്റാബ്ലിഷ്ഡ് എന്നും പറഞ്ഞ് സെപ്പറേറ്റ് കോഡ്സ് അവൈലബിൾ അല്ല. പക്ഷേ നമ്മൾ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ഓഫീസ് വിസിറ്റിൽ ന്യൂ ആണെന്നോ എസ്റ്റാബ്ലിഷ്ഡ് ആണെന്നോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് സെപ്പറേറ്റ് കോഡ്സ് ഉണ്ട്, ഇതിന് കോഡ്സ് ഇല്ല.
നമ്മളെ കോഡ് ബുക്കിൻ്റെ അകത്ത് ഈ സ്പെഷ്യാലിറ്റി സബ് സ്പെഷ്യാലിറ്റി തന്നെന്നും പറഞ്ഞ് നിങ്ങൾ ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ ഒരു ഗുമ്മിന് വേണ്ടിയിട്ടാണ് അവർ തന്നേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഫിസിഷ്യൻ ഇങ്ങനെ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ സയൻസ് സ്പെഷ്യാലിറ്റി സബ് സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി കാണും. ഇനി വേറെ ഏതെങ്കിലും സബ് സ്പെഷ്യാലിറ്റി വന്ന് നോക്കുകയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി വന്ന് നോക്കുകയാണോ എന്നൊക്കെ പറയും. പക്ഷേ അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പേഴ്സണലി അഭിപ്രായം. ചിലപ്പം അഭിപ്രായം വ്യത്യാസമുള്ളവരുണ്ടാകാം. പേഴ്സണലി ഞാൻ പറയുകയാണ്, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ സിവിയർ മൈഗ്രെയിൻ ആയിട്ടായിരിക്കും നമ്മൾ അഡ്മിറ്റ് ആവുന്നത്. മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂറോളജി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ കാണാൻ വരുന്ന ഡോക്ടർ സെയിം സ്പെഷ്യാലിറ്റിയുള്ള ഡോക്ടർ ആയിരിക്കും അല്ലേ. മൈഗ്രെയിൻ ആയിട്ടുള്ള പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുമ്പോൾ ഗ്യാസ്ട്രോയുടെ ഡോക്ടർ ഒന്ന് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലേ. ഗ്യാസ്ട്രോ ചിലപ്പം പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് കാണാം, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മൈഗ്രെയിൻ മാത്രമുള്ള പേഷ്യൻറ്റിന് ഒരിക്കലും അനദർ സ്പെഷ്യാലിറ്റി ഡോക്ടർ ഒന്നും കാണത്തില്ല, ഉറപ്പാണ്. ആര് വന്നേ കാണത്തുള്ളൂ, ന്യൂറോളജി വന്ന് തന്നെ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. കാരണം നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതായിട്ട് നമുക്കൊരു ഫീൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ ഇതാണ് ഇനിഷ്യൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ കോഡിംഗ് ടിപ്പുകളുണ്ട്. അതായത് എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോഡിംഗ് ടിപ്സ് ഫോർ ഇനിഷ്യൽ ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ. ഫസ്റ്റ് പോയിന്റ്, ഈ ഫസ്റ്റ് വിസിറ്റ് ബൈ ദ പ്രൊവൈഡർ, ദാറ്റ് ഈസ് സെയിം സ്പെഷ്യാലിറ്റി ഓർ സബ് സ്പെഷ്യാലിറ്റി പെർ സ്റ്റേ. അതായത് ഫിസിഷ്യൻ്റെ ഫസ്റ്റ് വിസിറ്റിനെയാണ് നമ്മൾ ഇനീഷ്യൽ കെയറിൽ നിന്ന് കോഡ് ചെയ്യുന്നത്. ഒരു ദിവസം ഒറ്റ കോഡ് മാത്രമേ അതിന് കൊടുക്കാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ കോഡ് ഒരു എൻകൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നാണ് എൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഓപ്ഷൻസ് തെറ്റാണെന്നാണ് എൻ്റെ അർത്ഥം. ആ കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി ഡു നോട്ട് യൂസ് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ആൻഡ് ഒബ്സർവേഷൻ കെയർ സർവീസസ് ഫോർ നിയോനീറ്റ്സ്. ഇൻസ്റ്റീഡ് യൂസ് 99477. ഇവിടെ ഏജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിയോനേറ്റ്സ് അല്ലെങ്കിൽ ന്യൂബോൺ ആണെങ്കിൽ, അതായത് ജനിച്ച് 28 ദിവസം വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ന്യൂബോൺസ് അല്ലെങ്കിൽ നിയോനേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇവർ അഡ്മിറ്റ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് കോഡ് ചെയ്യരുത്. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ സർവീസിൽ നിന്ന് കോഡ് ചെയ്യാൻ പാടില്ല. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കോഡ് കാറ്റഗറി നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതായത് 99477 എന്ന് പറയുന്ന കോഡ് ജസ്റ്റ് ഒന്ന് വായിച്ച് പോയി ഈ കോഡ് എടുത്ത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പേഷ്യൻ്റ് ഏജ് വളരെ കൃത്യമായിട്ട് അതിൽ തന്നിട്ടുണ്ടാവും. ഇൻപേഷ്യൻ്റ് എന്ന് എടുത്ത് പറയുന്നുണ്ടാവും. ഓക്കെ, അടുത്ത പോയിന്റ്, ഇഫ് ആൻ ENM വിസിറ്റ് റിസൾട്ട് ഇൻ ആൻ അഡ്മിഷൻ ടു ദ ഹോസ്പിറ്റൽ ഓർ ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് എക്സാമ്പിൾ ED ഓഫീസ്, നഴ്സിംഗ് ഫെസിലിറ്റി എക്സെട്ര, സർവീസസ് അറ്റ് ഇനിഷ്യൽ സൈറ്റ് മേ ബി സെപ്പറേറ്റ്ലി റിപ്പോർട്ടഡ് വിത്ത് മോഡിഫൈഡ് 25. ഞാനിവിടെ എക്സാമ്പിൾ പറയുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ആ ഒരു പോയിന്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതായത് പേഷ്യൻ്റ് EDയിലാണെങ്കിൽ, ഞാൻ പറഞ്ഞു ED ആണെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് ആണ്, അതായത് അഡ്മിറ്റ് അല്ല. ഓഫീസിൽ പോകുമ്പോഴും പേഷ്യനോട് അഡ്മിറ്റ് അല്ല. നഴ്സിംഗ് ഫെസിലിറ്റി ആണെങ്കിലും അഡ്മിറ്റ് അല്ല. ഹോസ്പിറ്റലിൽ ഒരിക്കലും ഒരു നഴ്സിംഗ് ഫെസിലിറ്റി ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നഴ്സിംഗ് ഫെസിലിറ്റി നിങ്ങൾ തിങ്ക് ചെയ്ത നഴ്സിംഗ് കെയർ ഹോംസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല. അതിനെയാണ് നഴ്സിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അത് ഹോസ്പിറ്റലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്ഥലമേ അല്ല, സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലിനിക്ക് പോലത്തെ സംഗതികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ പേഷ്യൻ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് അവിടെ വന്നു, നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം കൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെയും EDയിൽ നിന്ന് നേരെ അഡ്മിഷനിലേക്ക് പോകും അല്ലേ. അതുപോലെ നിങ്ങളൊരു ക്ലിനിക്കിൽ പോകാൻ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോവുകയാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ പറയാം നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, നിങ്ങളിന്ന് അഡ്മിറ്റ് ആവണം, ഇവിടെ നിന്ന് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മാത്രമേ മാറത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ അഡ്മിറ്റ് ആവണമെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾ മനസ്സിലാക്കുക. EDയിൽ നിന്ന് ഇൻപേഷ്യൻ്റായി മാറുന്നു. കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് പേഷ്യൻറ്റിൽ നിന്ന് ഇൻപേഷ്യൻറ്റിലേക്ക് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് ഔട്ട് പേഷ്യൻറ്റിലാണോ നിങ്ങൾ ENM സർവീസ് ഫിസിഷ്യൻ ചെയ്തത് അതിൽ ഈ 25 ആഡ് ചെയ്യുക. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് കെയർ കിട്ടും. അപ്പോൾ ഇനിഷ്യൽ കെയറാണ് ആദ്യം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ഇനിഷ്യൽ കെയറിൽ നിന്ന് കോഡ് ചെയ്യുക. ഇവിടെ ഫിസിഷ്യൻ ഏതാണെങ്കിലും കുഴപ്പമില്ല. അതായത് നമുക്ക് അതിനെപ്പറ്റി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഡോക്ടർ A എന്ന് പറയുന്ന ഒരു ഡോക്ടർ EDയിൽ നിന്ന് നിങ്ങളെ അഡ്മിറ്റ് ചെയ്തു. ഒരു ദിവസം നടക്കുന്ന കാര്യമാണ്. അപ്പം ഡോക്ടർ എയുടെ ENM കോഡ് EDയിലെ കോഡ് കൊടുക്കുന്നു, അതിൽ 25 ആഡ് ചെയ്യുന്നു. ഇനി ഡോക്ടർ B ആയിരിക്കും നിങ്ങളെ ഇനിഷ്യൽ കെയറിൽ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ Bയുടെ ഇനിഷ്യൽ കെയർ കൊടുക്കുക. ഇനി ഡോക്ടർ A തന്നെ EDയിൽ കണ്ടു, ഡോക്ടർ A തന്നെ നിങ്ങൾക്ക് കെയർ തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡോക്ടർ A സർവീസ് തന്നത് EDയിൽ ഏതാണ് EDയിലെ കോഡ് കൊടുക്കുക, അതിൽ 25 ആഡ് ചെയ്യുക. ഡോക്ടർ A തന്നെയാണ് നിങ്ങൾക്ക് ഇനിഷ്യൽ കെയർ തരികയാണെങ്കിൽ നിങ്ങൾ ഇനിഷ്യൽ കെയറിൻ്റെ കോഡ് കൊടുക്കുക, അവിടെ 25 ഒന്നും ആഡ് ചെയ്യരുത്. ED ഔട്ട് പേഷ്യൻറ്റിൽ എന്താണോ ചെയ്തത് അവിടെയാണ് 25 കൊടുക്കേണ്ടത്. That is for example a patient seen in ED which result in admission. Code ED ENM code with a modified 25 followed by codes from hospital inpatient or observation care ENM code. അതായത് EDയിൽ വന്നു അഡ്മിറ്റായി, അപ്പോൾ EDയിലെ ENM കോഡ് കൊടുക്കുക, അതിൻ്റെ കൂടെയാണ് 25 കൊടുക്കുക. ഔട്ട് പേഷ്യൻറ്റിൻ്റെ കൂടെയാണ് 25 കൊടുക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. എന്നിട്ട് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഇനീഷ്യലായിട്ടുള്ള കോഡ് അവിടെ നിന്നും കൊടുക്കുക. ഓക്കെ,
അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഇഫ് കൺസൾട്ടൻറ്റ് 992212 992223 ഓർ 992522 99255. ഈ കോഡ് റേഞ്ച് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് കോഡ് ബുക്ക് ഒന്ന് മറിച്ച് നോക്കുക. നമ്മൾ ഈ കോഡ് റേഞ്ച് കാണുമ്പോൾ ഈ കോഡാണെന്ന് പറഞ്ഞ് വിടുന്നതാണ്. അങ്ങനെ ചെയ്യരുത്. ഈ ഒരു കോഡ് റേഞ്ച് കിട്ടിക്കഴിഞ്ഞിട്ട് ഏത് സംഗതിയാണെന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ കാറ്റഗറി നിങ്ങളെ കോഡ് ബുക്കിലൊക്കെ എഴുതി വെക്കുക. എങ്കിലേ നമുക്കൊരു പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇത് കൺസൾട്ടേഷൻ കോഡാണ്. ഇൻ പേഷ്യൻ കൺസൾട്ടേഷൻ, ഔട്ട് പേഷ്യൻ കൺസൾട്ടേഷൻ കോഡ്സുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഹോസ് ഓൾറെഡി സീൻ എ പേഷ്യൻ്റ് അറ്റ് എ സെപ്പറേറ്റ് പ്രയർ ലൊക്കേഷൻ ആൻഡ് ദെൻ സീസ് ദ പേഷ്യൻ്റ് അഗെയിൻ ഇൻ ദ ഹോസ്പിറ്റൽ ആസ് ആൻ ഇനീഷ്യൽ ഹോസ്പിറ്റൽ വിസിറ്റ്. ഡു നോട്ട് കോഡ് ഇനീഷ്യൽ വിസിറ്റ്സ്, യൂസ് സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ ഇൻ പേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു കൺസൾട്ടേഷൻ എടുക്കുകയാണ്. കൺസൾട്ടേഷൻ എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് കൺസൾട്ടേഷൻ സർവീസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതും ഇതുപോലെ ഗൈഡ് ലൈൻസ് ഉള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരു കൺസൾട്ടൻ്റ് ആണ്. ഇപ്പം ഡോക്ടർ എക്സ് എന്ന് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എന്നാൽ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ എക്സ് എന്ന് പറഞ്ഞ ഒരു കൺസൾട്ടൻറ്റ് പേഷ്യൻറ്റിനെ കണ്ടു. നഴ്സിംഗ് ഫെസിലിറ്റിയിൽ വെച്ചോ ഇ ഡിയിൽ വെച്ചോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടു, ഓഫീസിൽ വെച്ചോ കണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. പേഷ്യൻറ്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു അല്ലേ. എന്നിട്ട് ഈ കൺസൾട്ടൻ്റ് തന്നെയാണ് ഈ ഈ പേഷ്യൻറ്റിനെ കാണാൻ ചെല്ലുന്ന ഇനിഷ്യൽ കെയർ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആ ഇ ഡിന്ന് ഐ പിയിലേക്ക് മാറിയ സംഗതിയില്ലേ, അതുപോലെ 25 എന്ന് കൊടുക്കേണ്ട കാര്യമല്ല അവിടെ പറയുന്നത്. സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ എന്ന് കോഡ് കൊടുക്കാനാണ് പറയുന്നത്. ഡിഫറൻസ് മനസ്സിലാക്കുക. നേരത്തെ ഇ ഡിയിൽ വന്ന് കണ്ടതാണ്, ഓഫീസിൽ കണ്ടതാണ്, അല്ലെങ്കിൽ നഴ്സിംഗ് ഫെസിലിറ്റിയിൽ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കണ്ടത് കൺസൾട്ടൻ്റ് എന്ന് എടുത്ത് പറയുകയാണ്. കൺസൾട്ടേഷനാണ് കണ്ടത്. ആ കൺസൾട്ടൻ്റാണ് അഡ്മിറ്റ് ചെയ്തത്. ആ കൺസൾട്ടൻ്റ് തന്നെയാണ് അന്നത്തെ ദിവസം ഇനിഷ്യൽ കെയർ കൊടുത്തു കഴിഞ്ഞാൽ കൺസൾട്ടൻ്റ് സർവീസാണ് ചോദിക്കുന്നത്. കൺസൾട്ടൻ്റ് സർവീസ് കൊടുക്കുകയാണെങ്കിൽ സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ എന്ന് വേണം കോഡ് കൊടുക്കാൻ. ഒരിക്കലും ഇൻപേഷ്യൻ്റ് കൺസൾട്ടേഷനിൽ നിന്നോ ഔട്ട് പേഷ്യൻ്റ് കൺസൾട്ടേഷനിൽ നിന്നോ കോഡ് കൊടുത്ത് അതിൽ 25 കൊടുത്ത് ഇനിഷ്യൽ കെയർ കൊടുക്കേണ്ട കാര്യം അവിടെ ഇല്ല. ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, Dr. X consult a patient in nursing facility admitted to the hospital by Dr. X and visited the patient on same day during the admission. Do not use code from inpatient consultation as well as from initial hospital inpatient or observation care. Instead, code from subsequent hospital inpatient observation care. അതായത് ഡോക്ടർ എക്സ് നഴ്സിംഗ് ഫെസിലിറ്റിയിൽ വെച്ചിട്ട് പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യുന്നു. ആ കൺസൾട്ടൻ്റ് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അതേ ദിവസം തന്നെയാണ് ഈ പരിപാടി ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡോക്ടർ എക്സ് ഇനിഷ്യൽ കെയർ കൊടുത്തതിന് ശേഷം നമ്മളടുത്ത് പറയുകയാണ് ഡോക്ടർ എക്സിൻ്റെ സർവീസ് കോഡ് ചെയ്യാൻ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, ഇൻപേഷ്യൻ്റ് കൺസൾട്ടേഷനിൽ നിന്നോ ഇനിഷ്യൽ ഹോസ്പിറ്റൽ കെയറിൽ നിന്നോ കോഡ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഗൈഡ് ലൈൻ നിങ്ങളുടെ മനസ്സിൽ വരണം. എന്നിട്ട് എന്ത് ചെയ്യണം, സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയറിൽ നിന്ന് കോഡ് കൊടുക്കണം. അതാണ് ഈ പോയിന്റ്. ഈ പോയിന്റും നേരത്തെ പറഞ്ഞ പോയിന്റും തമ്മിൽ കൺഫ്യൂഷൻ ആകരുത്. ഇത് കൺസൾട്ടൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, അതായത് കൺസൾട്ടേഷൻ നടത്തിയ കാര്യമാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടാണ് അഡ്മിറ്റ് ആവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ രണ്ടിന് ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഡിഫറൻസ്. ഇനി അടുത്ത ഒരു കൺഫ്യൂഷൻ വരാനുള്ള അടുത്തൊരു പോയിന്റാണ്, ഇഫ് കൺസൾട്ടേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ആഫ്റ്റർ അനദർ പ്രൊവൈഡ് അഡ്മിറ്റ് ദ പേഷ്യൻറ്റ് റിപ്പോർട്ട് സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ. ഇതാണ് വായിക്കുമ്പോൾ നിങ്ങളുടെ കോഡ് ബുക്കിൻ്റെ അകത്ത് പറയുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും പറഞ്ഞു എന്നുള്ള കാര്യമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അല്ലെങ്കിൽ അടുത്ത ഇത് ഞാൻ കുറച്ച് ചുറ്റിക്കറങ്ങി കണ്ടുപിടിച്ച് നിങ്ങൾ ഗൈഡ് ലൈൻസ് ഒരുപാട് പേരെടുത്ത് റെഫർ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് എത്തിയതും ഇത് തന്നെയാണ് ചെയ്യുന്നതും. അതായത് ഒരു കൺസൾട്ടൻ്റ് പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് വേറൊരാളാണ് പേഷ്യൻറ്റിനെ കാണാൻ ചെല്ലുന്നത്, അതായത് ഇനിഷ്യൽ കെയർ കൊടുക്കുന്നത്. അതായത് അനദർ പ്രൊവൈഡ് അഡ്മിറ്റ് ദ പേഷ്യൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊരു ഫിസിഷ്യൻ, കൺസൾട്ടൻ്റ് അല്ല, വേറൊരു ഫിസിഷ്യനാണ് പേഷ്യൻറ്റിനെ കാണുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതായത് റിപ്പോർട്ട് സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയറിൽ നിന്ന് കോഡ് കൊടുക്കാനാണ് അതിലും പറയുന്നത്. അതായത് ഇവിടെ സംഭവം ഉദ്ദേശിക്കുന്നത് കൺസൾട്ടൻറ്റിൻ്റെ സർവീസാണ് ചോദിക്കുന്നത്. അതായത് കൺസൾട്ടൻറ്റിൻ്റെ സർവീസ് ആണെങ്കിലും അപ്പോഴും നമ്മൾ സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയറിനെ കോഡ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് കൺസൾട്ടൻറ്റിന് ഒരിക്കലും ഇൻപേഷ്യൻ്റ് കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് കൺസൾട്ടേഷനോ കോഡ് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ദാറ്റ് ഈസ് ഡോക്ടർ എക്സ് കൺസൾട്ട് എ പേഷ്യൻറ്റ് ഇൻ എ നഴ്സിംഗ് ഫെസിലിറ്റി ആൻഡ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ അണ്ടർ ഡോക്ടർ വൈ.
ആൻഡ് ഡോക്ടർ എക്സ് വിസിറ്റ് ദ പേഷ്യൻ്റ് ഓൺ സെയിം ഡേ ഡ്യൂറിങ് ദ അഡ്മിഷൻ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡോക്ടർ എക്സ് പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ വൈയുടെ അണ്ടറിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡോക്ടർ എക്സ് വിസിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഡോക്ടർ എക്സ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ എക്സിൻ്റെ സർവീസ് എന്താവും, സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ കെയറിൽ നമ്മൾ കോഡ് കൊടുക്കണം അല്ലേ. ഇനി ഡോക്ടർ വൈ ആണ് പേഷ്യൻറ്റിനെ കാണുകയാണെങ്കിൽ ഡോക്ടർ വൈ കൺസൾട്ട് ചെയ്തിട്ടില്ല, അപ്പം ഡോക്ടർ വൈയുടെ നമ്മൾ എന്തേ കൊടുക്കത്തുള്ളൂ, ഇനീഷ്യൽ ഹോസ്പിറ്റൽ ഓർ ഒബ്സർവേഷൻ കെയറിനെ കോഡ് കൊടുക്കുള്ളൂ. ഭയങ്കര കൺഫ്യൂസിങ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതാണ് വാസ്തവം. അതായത് ഡോക്ടർ എക്സ് ഡോക്ടർ പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ വൈയുടെ അണ്ടറിൽ അഡ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഡോക്ടർ എക്സ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ എക്സ് നേരത്തെ കൺസൾട്ട് ചെയ്തത് കൊണ്ട് ഡോക്ടർ എക്സ് എന്താണ്, സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ ഓർ ഒബ്സർവേഷൻ കെയർ എന്നാണ് നമ്മൾ കോഡ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഡോക്ടർ വൈ ആണ് ഇനിഷ്യൽ കെയർ കൊടുത്തതെങ്കിലോ അവിടെ നമ്മൾ ഇനിഷ്യൽ ഹോസ്പിറ്റൽ ഓർ ഒബ്സർവേഷൻ കെയറിനെ കോഡ് കൊടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്, ഡോക്ടർ വൈ കൺസൾട്ട് ചെയ്തിട്ടില്ല. ഇതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കൺസൾട്ടൻ്റ് വേറൊരു അതായത് കൺസൾട്ടൻ്റ് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തത് വേറൊരു ഫിസിഷ്യൻ അണ്ടറിലാണെങ്കിൽ പോലും സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഒബ്സർവേഷൻ കെയർ കൊടുക്കാനാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു പോയിന്റ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആവുന്നുണ്ട്, ഇതിപ്പം എന്താണ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ നമ്മുടെ കോഡ് ബുക്ക് അല്ലെങ്കിൽ CPT ഗൈഡ് ലൈൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഗതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ വേറൊരു സംഭവം വരാം. ഇപ്പോൾ ഡോക്ടർ എക്സ് എന്ന് പറയുന്ന കൺസൾട്ടൻറ്റ് നഴ്സിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട് പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്തു, ഡോക്ടർ വൈയുടെ അണ്ടറിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ വൈ ആണ് ഇനിഷ്യൽ കെയർ കൊടുത്തത്. അപ്പോൾ ഡോക്ടർ എക്സിൻ്റെ സർവീസ് എങ്ങനെ കോഡ് ചെയ്യുമെന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. ഡോക്ടർ എക്സ് എന്താണ് ചെയ്തത്, കൺസൾട്ടൻറ്റ്, അപ്പോൾ നമ്മൾ കൺസൾട്ടേഷൻ സർവീസ് ഇന്ന് കോഡ് ചെയ്യും. ഡോക്ടർ എക്സ് വീണ്ടും ഇനിഷ്യൽ കെയർ കൊടുത്താൽ അവിടെ നമുക്ക് കൺസൾട്ടേഷന് കോഡ് കൊടുക്കാൻ പറ്റില്ല, പകരം നമ്മൾ എന്തേ കൊടുക്കത്തുള്ളൂ, സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ ഓർ ഇൻപേഷ്യൻ്റ് കെയറിനെ കോഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ ലോജിക്, അത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്തെന്നാൽ, ഇഫ് എ പേഷ്യൻറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഒബ്സർവേഷൻ ടു ഇൻപേഷ്യൻറ്റ് ഇറ്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ ന്യൂ സ്റ്റേ. That is, if a patient is transferred from observation to inpatient and the ENM service provided in inpatient after being transferred is considered as a subsequent visit. അതായത് ഞാൻ ഓൾറെഡി ഒബ്സർവേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഔട്ട് പേഷ്യൻറ്റിലാണ്, ഇതുവരെ അഡ്മിറ്റ് ആയിട്ടില്ല. അപ്പോൾ ഒബ്സർവേഷനിൽ കെയർ കൊടുത്തുകൊണ്ടിരുന്നിട്ട് പേഷ്യൻറ്റിനെ ഇൻപേഷ്യൻ്റ് ആക്കുകയാണെങ്കിൽ നമ്മൾ ഇനിഷ്യൽ കെയറിൽ നിന്നല്ല കോഡ് കൊടുക്കുന്നത്, സബ്സീക്വൻറ്റ് കെയറിൽ നിന്നാണ് കോഡ് കൊടുക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്, നമുക്ക് ഒബ്സർവേഷൻ കെയർ എന്നും പറഞ്ഞ സെപ്പറേറ്റ് കോഡ്സ് ഇപ്പോൾ അവൈലബിൾ അല്ല, അത് 2 വർഷം മുമ്പേ എടുത്ത് കളഞ്ഞു. അതായത് ഹോസ്പിറ്റലിൽ തന്നെയാണ് പേഷ്യൻ്റ് ഉള്ളത്. ഒബ്സർവേഷൻ ആണെങ്കിലും ഇൻപേഷ്യൻ്റ് ആണെങ്കിലും നമ്മൾ ഒരേ കാറ്റഗറിയിൽ നിന്ന് തന്നെയാണ് കോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പേഷ്യൻ്റ് ഒബ്സർവേഷനിൽ നിന്ന് ഇൻപേഷ്യൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇൻപേഷ്യൻ്റ് ആയത് തൊട്ടുള്ള സർവീസസ് നമ്മൾ സബ്സീക്വൻറ്റിൽ നിന്നാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും ഗൈഡ് ലൈൻ മനസ്സിലാക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നില്ല, മീൻസ് എന്നെ അപേക്ഷിച്ച് നന്നായിട്ട് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് ഈ സംഗതി. പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നവരും ഇങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളൊരു സംഭവം അറിയുന്നിടത്തോളം കാലം ഇതൊരു കൺഫ്യൂസിങ് ആണ്. നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാവും. ഓക്കെ, നമുക്കിനി ഒരു എക്സാമ്പിളോടെ നോക്കിയിട്ട് ഇത് നമുക്ക് മെല്ലെ അങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, ഡോക്ടർ സാറ അറൈവ്ഡ് അറ്റ് ഹെർ PCP, ദാറ്റ് ഈസ് പ്രൈമറി കെയർ ഫിസിഷ്യൻ, ഡോക്ടർ മിൽട്ടൺസ് ഓഫീസ് വിത്ത് കംപ്ലയിൻസ് ഓഫ് ചെസ്റ്റ് പെയിൻ, ഹാർട്ട് പാൽപിറ്റേഷൻ ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്. ഒരു പോയിന്റ് കൊണ്ട് എടുത്ത് പറയാം. PCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കെയർ ഫിസിഷ്യൻ. നമ്മൾ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ കുടുംബ ഡോക്ടർ, ഞാൻ ഈ ഡോക്ടറെ ഞങ്ങൾ തലമുറകളായിട്ട് ഈ ഡോക്ടറാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നില്ലേ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സാറ ഡോക്ടർ മിൽട്ടന് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആയിരിക്കും, കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. അതുകൊണ്ടാണ് PCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറയുന്നത്, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണെന്ന് പറയുന്നത്. കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്നുള്ള കാര്യം ഞാൻ താഴെ ഇറങ്ങുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, the doctor carried out a limited cardiac exam and then read the result of patient EKG. The results were inconclusive. However, Dr. Milton believed that the patient may be having an AMI. The doctor was concerned that the patient may need immediate intervention that he was not equipped to handle in the office, and had the patient transported to the hospital where the hospital confirmed an AMA, rushed the patient to the OR,
where the cardiac team carried out PCI. Then the hospital admitted the patient after surgery. Dr. Milton visited the patient in the hospital for the first time after doing rounds and spends the time evaluating the patient, conferring the patient and family about restriction and status post replacement, and requesting a cardiac consultation. Total time of inpatient visit was 40 minutes. Of the following which describes Dr. Milton's service. അതായത് നമ്മൾ ഏറ്റവും അവസാനം നോക്കുകയാണെങ്കിൽ ഡോക്ടർ മിൽട്ടൻ്റെ സർവീസാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ, പേഷ്യൻ്റ്, അതായത് സാറ എന്ന് പറയുന്ന പേഷ്യൻ്റ് ആദ്യം ഡോക്ടർ മിൽട്ടൻ്റെ ഓഫീസിലാണ് വന്നത്. അതായത് ഔട്ട് പേഷ്യൻ്റ് സർവീസാണ് ആദ്യം ചെയ്തത്. ഡോക്ടർ മിൽട്ടൺ സർവീസിൽ വന്ന കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് പെയിൻ ഉണ്ട്, പാൽപിറ്റേഷൻ ഉണ്ട്, സ്വെറ്റിംഗ് ഉണ്ട്, നല്ല വിയർപ്പുണ്ട്, പാൽപിറ്റേഷൻ നടക്കുന്നുണ്ട്, നല്ല നെഞ്ചുവേദനയുണ്ട്. അപ്പം ഫിസിഷ്യൻ അവിടെ വെച്ചിട്ട് ENM ചെയ്യുകയാണ്, അതായത് കാർഡിയാക് എക്സാം ചെയ്യുന്നുണ്ട്, EKG റിസൾട്ട് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പം ഫിസിഷ്യന് ഒരു ഡൗട്ട്, പേഷ്യൻറ്റിന് AMA ആണോ എന്നുള്ള ഡൗട്ട്. ഫിസിഷ്യൻ പറയുന്നു നിങ്ങൾ വേഗം അഡ്മിറ്റ് ആവുക. അപ്പോൾ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ടീം എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻ്റ് AMA ആണെന്ന് AMI, അതായത് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണെന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. പേഷ്യൻറ്റിനെ നേരെ കാർഡിയാക് ടീം എല്ലാം കൂടെ പറക്കിയെടുത്തിട്ട് ഓപ്പറേഷൻ റൂമിൽ കൊണ്ടുപോകുന്നു. PCI എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡോക്ടറിനെ അണ്ടറിൽ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെയാണ് ഡോക്ടർ മിൽട്ടൺ വന്നിട്ട് അവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പറയുന്നുണ്ട്, 40 മിനിറ്റ്സ് ആണ് ഫിസിഷ്യൻ പേഷ്യൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് കോഡ്സ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻ ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അർത്ഥം മനസ്സിലാക്കിയെടുത്തിട്ട് ഗൈഡ് ലൈൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് വയ്ക്കുക. അതിനു മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് ഞാൻ ഇതിന് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. ഇനി അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാനതിൻ്റെ ഫാക്ടേഴ്സ് എന്നാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ, വേറെ ആരുമല്ല, ഞാൻ വിളിക്കുന്നതാണ്. ഒരിക്കലും CPT ഗൈഡ് ലൈനോ CPT പഠിപ്പിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, അവരൊന്നും പറയുന്ന കാര്യങ്ങളല്ല, ഞാൻ പറയുന്നതാണ് ഫാക്ടേഴ്സ്. ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഒരു 4 ഫാക്ടേഴ്സ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം പ്ലേസ് ഓഫ് സർവീസ്, എവിടെ വെച്ചിട്ടാണ് പേഷ്യൻറ്റിന് സർവീസ് കൊടുത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലാവില്ലേ, പേഷ്യൻ്റ് ആദ്യം ഓഫീസിലാണ് പോയത്, അതായത് ഔട്ട് പേഷ്യൻ്റ് സർവീസ് ഓഫീസിൽ പോയി, അത് കഴിഞ്ഞ് പേഷ്യൻ്റ് ഇൻപേഷ്യൻ്റ് ആയിട്ട് അഡ്മിറ്റായി. അപ്പോൾ നമ്മുടെ 2 പ്ലേസ് ഓഫ് സർവീസാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഓഫീസ് വിസിറ്റും ഹോസ്പിറ്റൽ ഇൻപേഷ്യൻറ്റും. അടുത്ത ടൈപ്പ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഔട്ട് പേഷ്യൻ്റ്, അതായത് എവിടെ വെച്ചിട്ടാണ് സർവീസ് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളാണ്. മീൻസ് ഏത് തരത്തിലുള്ള സർവീസാണ്, ഇൻപേഷ്യൻ്റ് ആണോ, ഔട്ട് പേഷ്യൻ്റ് ആണോ, ക്രിട്ടിക്കൽ കെയർ ആണോ, അല്ലെങ്കിൽ എമർജൻസി സർവീസ് ആണോ, അർജൻറ്റ് കെയർ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ടൈപ്പ് ഓഫ് സർവീസിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ്, ഓഫീസ് വിസിറ്റും ഇനിഷ്യൽ വിസിറ്റും. ഹോസ്പിറ്റലിൽ ഇനിഷ്യൽ വിസിറ്റാണ്, ഇനിഷ്യൽ വിസിറ്റ്, സബ്സീക്വൻറ്റ് വിസിറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്, അവിടെ കിട്ടിയത് സബ്സീക്വൻറ്റ് കെയർ അല്ല, ഇനിഷ്യലാണ്. ഡോക്ടർ മിൽട്ടൺ നേരത്തെ ഫസ്റ്റ് ടൈമിൽ വന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, പേഷ്യൻറ്റിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ന്യൂ ആണോ എസ്റ്റാബ്ലിഷ്ഡ് ആണോ എന്നുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇൻപേഷ്യൻറ്റിന് ന്യൂ ആണോ എസ്റ്റാബ്ലിഷ്ഡ് ആണോ എന്ന് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഓഫീസ് വിസിറ്റിൽ ന്യൂ ആണോ എസ്റ്റാബ്ലിഷ്ഡ് ആണോ നമുക്ക് അറിയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓഫീസ് വിസിറ്റ് നന്നായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് അതും മനസ്സിലാക്കുക. ഞാൻ നേരെ ജമ്പ് ചെയ്ത് സെക്കൻഡ് കാറ്റഗറിയാണ് പറയുന്നത്, അതുകൊണ്ട് ഓഫീസ് വിസിറ്റ് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഓഫീസ് വിസിറ്റിൽ ന്യൂവും എസ്റ്റാബ്ലിഷ്ഡും തമ്മിൽ ക്ലാസിഫിക്കേഷൻ ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു PCP ആണ് ഡോക്ടർ മിൽട്ടൺ, സാറയുടെ പേഷ്യൻ്റ് PCP ആണ് ഡോക്ടർ മിൽട്ടൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒരിക്കലും MDM മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ കേട്ടിട്ടില്ല. അതായത് സ്ട്രൈറ്റ് ഫോർവേഡ് ആണോ, ലോ ആണോ, മോഡറേറ്റ് ആണോ, ഹൈ ആണോ, ഈ 4 വാക്കുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കേട്ടിട്ടേ ഇല്ല. അത് മനസ്സിലാക്കുക. അതായത് ഈ ഫാക്ടേഴ്സിൽ MDM ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, MDM ടേബിൾ യൂസ് ചെയ്തിട്ട് MDM കണ്ടുപിടിക്കണം. അതായത് പിന്നെ അടുത്ത ഈ MDM അവിടെ നിൽക്കട്ടെ, അടുത്ത നമുക്ക് ടൈം തന്നിട്ടുണ്ടല്ലേ, ടൈം 40 മിനിറ്റ്സ് ഉണ്ട്. ഈ 40 മിനിറ്റ്സ് ടൈം എന്ന് പറയുന്നത് എന്തിനാണ് തന്നേക്കുന്നത്, ഇൻപേഷ്യൻ്റ് വിസിറ്റ് വാസ് 40 മിനിറ്റ്സ്. ഇൻപേഷ്യൻറ്റിൻ്റെ ടൈമാണ് തന്നേക്കുന്നത്, ഓഫീസ് വിസിറ്റിൻ്റെ ടൈം തന്നിട്ടില്ല. ഓഫീസ് വിസിറ്റ് കോഡ് ചെയ്യണമെങ്കിൽ പേഷ്യൻ്റ് ന്യൂ ആണോ എസ്റ്റാബ്ലിഷ്ഡ് ആണോ എന്നറിയണം, MDM എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ ടൈം എന്താണെന്ന് അറിയണം. MDMും ടൈമും ഇല്ലെങ്കിൽ നമ്മൾ MDM ടേബിൾ യൂസ് ചെയ്തിട്ട് MDM കണ്ടുപിടിക്കണം. ഓക്കെ, അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അതെന്തുകൊണ്ട് കണ്ടുപിടിക്കേണ്ട എന്നുള്ള കാര്യം കൂടെ ആ ട്രിക്കും കൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇനി ഇവിടെ ഇൻപേഷ്യൻ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഗൈഡ് ലൈൻസ് അപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സിൽ ഏതെങ്കിലും ഇത് ഇൻക്ലൂഡഡ് ആണോ ഇല്ലയോ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അല്ല, ഫസ്റ്റ് ഗൈഡ് ലൈൻ പഠിച്ചത് എന്താണ്, പേഷ്യൻ്റ് ഔട്ട് പേഷ്യൻറ്റിൽ വന്നിട്ട് ഇൻപേഷ്യൻ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ
ഔട്ട് പേഷ്യൻറ്റിൽ എന്താണോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ മോഡിഫൈ 25 കൊടുത്തിട്ട് ഇൻ പേഷ്യൻറ്റിൻ്റെ ഇനിഷ്യൽ കെയറിൻ്റെ കോഡ് കൊടുക്കുക. പിന്നെ കൺസൾട്ടേഷൻ ഇവിടെ അല്ല, അതുപോലെ തന്നെയാണ് ഒബ്സർവേഷനിൽ നിന്ന് ഇൻ പേഷ്യൻറ്റിലേക്ക് മാറിയതുമല്ല, കൺസൾട്ടേഷൻ ചെയ്തിട്ട് വേറൊരു ഫിസിഷ്യൻ അണ്ടറിൽ അഡ്മിറ്റ് ചെയ്ത കാര്യമല്ല. ഓഫീസ് വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഔട്ട് പേഷ്യൻ സർവീസാണ്. അതായത് പേഷ്യൻ്റ് അഡ്മിറ്റ് അല്ല. അഡ്മിറ്റ് ആണെങ്കിൽ പേഷ്യൻ്റ് അഡ്മിറ്റഡ് എന്ന് പറയും, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇൻ പേഷ്യൻ്റ് ആണെന്ന് പറയും, എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗൈഡ് ലൈനും മനസ്സിലായി, കാര്യങ്ങൾ ഇനിഷ്യൽ കെയർ മനസ്സിലായി, മോഡിഫൈ 25 കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഓൾറെഡി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ എയിലും ഡിയിലും ഏതാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, സിമ്പിളാണ്. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും ഈ ഓഫീസ് വിസിറ്റിൻ്റെ കോഡിൽ എന്തെങ്കിലും ഡിഫറൻസ് വരികയാണെങ്കിൽ നിങ്ങൾ MDM കണ്ടുപിടിക്കേണ്ടി വരും. ഇതിൽ ഞാൻ MDM കണ്ടുപിടിക്കുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം അതിന് പറയുന്നത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഞാൻ ഈ ഗൈഡിൽ എങ്ങനെയാണ് എടുക്കേണ്ടെന്നുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് MDM മിസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ MDM എങ്ങനെ ഐഡൻറ്റിഫൈ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്തെന്നാൽ നിങ്ങൾ ഓപ്ഷൻ ABCDയിൽ സിയിലൊഴിച്ച് എയിലും ബിയിലും ഡിയിലും ഓഫീസ് വിസിറ്റിൻ്റെ കോഡ് ഒന്നാണ്, അതായത് 99215 എന്നുള്ള കോഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഓഫീസ് വിസിറ്റിൻ്റെ കോഡ് നോക്കേണ്ട കാര്യമില്ല, ആ കോഡ് തന്നെയാണ് ഓഫീസ് വിസിറ്റിലായിട്ട് വരുന്നത്. അപ്പോൾ MDM കണ്ടുപിടിച്ച് നിങ്ങൾ സമയം കളയേണ്ട കാര്യം അവിടെ ഇല്ല. ടൈം തന്നാലേ നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലാതെ ടൈം കണ്ടുപിടിക്കാനുള്ള പോയിൻ്റ് നമുക്കില്ല. ടൈം ക്വസ്റ്റ്യനിൽ തരും, പക്ഷേ ഇവിടെ നമുക്ക് ടൈം തന്നേക്കുന്നത് ഇൻ പേഷ്യൻ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, B ഓപ്ഷനും C ഓപ്ഷനും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ A ഓപ്ഷനും D ഓപ്ഷനും ഉണ്ട്. അപ്പം എയിലും ഡിയിലും നമുക്ക് ഓഫീസ് വിസിറ്റിൻ്റെ കൂടെ മോഡിഫൈ 25 ഉണ്ട്. പക്ഷേ നമുക്ക് 99221 ആണോ 99232 ആണോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. 99232 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് സബ്സിക്വൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൃത്യമായിട്ട് എനിക്ക് കോഡ് ഓർമ്മ വരുന്നില്ല. അപ്പോൾ സബ്സിക്വൻ്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യം വരുന്നില്ല, അവിടെ നമുക്ക് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 99 ഓപ്ഷൻ A, അതായത് 99221 99215 മോഡിഫൈ 25. കാരണം നമ്മൾ ഗൈഡ് ലൈൻസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ആൻസർ ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഒബ്സർവേഷൻ കെയറിലെ ഇനിഷ്യൽ കെയർ നിങ്ങൾ കോഡ് ചെയ്യേണ്ടത്. ഗൈഡ് ലൈൻസ് ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് കോഡ് ചെയ്യുക. ഞാൻ ഇപ്പോഴും പറയുകയാണ്, കോഡ് ബുക്ക് വായിക്കുമ്പോൾ കൺഫ്യൂസിങ് ആണ്, പല രീതിയിലും കൺഫ്യൂസിങ് ആണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ആയിട്ട് പഠിക്കുക, പോയിൻറ്റ്സ് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു കേസ് പറയുന്നത്, ഇത് ഈ ഒരു ENM ചാപ്റ്ററിലെ ചെറിയൊരു പോർഷൻ മാത്രമാണ്. ഇപ്പം നിങ്ങൾക്ക് ഞാനിതിൽ നമുക്ക് 25 കാറ്റഗറി കോഡ്സ് ഉണ്ട്. 25 വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറ്റുന്നിടത്തോളം സാമ്പിൾ ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഒരു ഗൈഡ് മാത്രമാണ്. അത് കൂടാണ്ട് തന്നെയാണ് നിങ്ങളുടെ കോഡ് ബുക്ക്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോഡ് ബുക്ക് തന്നെയാണ് കൂടുതൽ കണ്ടൻറ്റുകൾ ഉള്ളത്. ഞാൻ ആവശ്യമുള്ള കണ്ടൻറ്റ് മാത്രമേ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ളൂ. കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ ഇപ്പം ചിലപ്പം മിക്ക പോയിൻറ്റ്സും ചിലപ്പം എൻ്റേതായിട്ടുള്ള ഐഡിയാസ് ഞാനിതിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം നിങ്ങൾ ആ ഒരു ഐഡിയ തന്നെ ചിലപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ചിലപ്പം ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. പിന്നെ പറയുന്നത്, ഞാനിത് പബ്ലിഷ് ചെയ്തിട്ടില്ല, 2025 മാത്രമേ ഞാനിത് പബ്ലിഷ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ കാര്യം കൂടെ ഓർത്തിരിക്കുക. ഞാൻ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നവർക്കേ ഞാൻ കൊടുക്കത്തുള്ളൂ. അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ നോക്കുക. നമ്മൾ ഇപ്പം പേയ്മെൻറ്റ് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കും, പക്ഷേ എൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.